I will be waiting right here, right here in the garden for you. പിതാവായ ദൈവത്തിൻ്റെയും മിശിഹാ തമ്പുരാൻ്റെയും സഹായം അയച്ച് എല്ലാം മംഗളമായി നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. മർത്തോൻ നന്മയാലുന്നു തുടങ്ങുന്നു നന്നായി വരേണമെന്ന് ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉണ്മയെഴുന്നേൽക്കവേണം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിന് സ്വന്തം വംശത്തിൽ നിന്ന് ഭാര്യ അന്വേഷിച്ച് പുറപ്പെട്ട അബ്രാഹത്തിൻ്റെ ദാസനെ അനുഗമിച്ച് ആശീർവദിച്ച കർത്താവെ, വിവാഹ വാഗ്ദാനത്തിനായി യാത്രയിരിക്കുന്ന നിന്റെ ദാസനെ കൃപാപൂർവ്വം കടാക്ഷിക്കണമേ. മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനും പരസ്പര സഹായത്തിനുമായി പുരുഷനെയും സ്ത്രീയെയും കൂട്ടി യോജിപ്പിച്ച ദൈവമേ, തിരുമുമ്പിൽ ഈ നിമിഷം കാരുണ്യം യാചിച്ചു നിൽക്കുന്ന ഈ ദാസനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് നടത്തുവാൻ പോകുന്ന വാഗ്ദാനമനുസരിച്ച് വിശ്വസ്താപൂർവം ജീവിക്കുവാൻ കൃപ നൽകണമേ. നിത്യനായ സർവേശ്വര എന്നേക്കും. നമുക്കെല്ലാവർക്കും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചിക്കുക. കർത്താവെ, നിന്റെ ജനമായ ഇസ്രായേലിനോട് കരാറുണ്ടാക്കുകയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് കാണിക്കുകയും ചെയ്ത കർത്താവെ, ഈ വിവാഹ വാഗ്ദാനം വഴി വിശ്വാസത്തിലും ദൈവപരിപാലനയിലുള്ള വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് വിവാഹ വാഗ്ദാനം വഴി വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിൽ വളരാനും അങ്ങേക്ക് എന്നും പ്രിയപ്പെട്ടവരായിരിക്കുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് വിവാഹത്തിലെ നമ്മുടെ പിതാക്കന്മാരായ യാക്കോവിന്റെയും ദൈവം നിന്നോട് കൂടി ഉണ്ടായിരിക്കും. തോബിയാസിനെയും സാറായെയും സംരക്ഷിച്ച് കർത്താവ് നിന്നെയും സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മകനേ, നിന്റെ ദൈവം ഞാൻ, സ്നേഹദൈവം ഞാൻ, നിന്റെ വരവും കാത്തിരിപ്പു ഞാൻ. മകനേ, നിന്റെ ദൈവം ഞാൻ, സ്നേഹദൈവം ഞാൻ, നിന്റെ വരവും കാത്തിരിപ്പു മകനേ. നിന്റെ മനസ്സിനുള്ളിൽ ആഴമാ വിങ്ങും മുറിവുകൾ ഞാൻ മായ്ച്ചിടാം. എന്റെ അനുഗ്രഹത്തിൻ കൈകളാ നിന്നെ എൻ മാറിലായി ചേർത്തിടാം.
ആരെ നീ വന്നു വാസമാക്കാൻ തെല്ലും വൈകിടല്ലേ മകനേ മകനേ. മനം തുടിച്ചിടുന്നു ദാഹമായി നിന്റെ പുഞ്ചിരിക്കും മുഖം കാണുവാൻ. നീ അറിഞ്ഞിടുന്നോ പൈതലേ ഞാൻ അനുഭവിക്കും നൊമ്പരം. എന്നിൽ നിന്നുമെത്രയോ ദൂരെ ദൂരെ നീങ്ങി ഇന്നും കാത്തിരിപ്പു ഞാൻ സ്നേഹമായി. മകനേ നിന്റെ ദൈവം ഞാൻ, സ്നേഹദൈവം ഞാൻ, നിന്റെ വരവും കാത്തിരിപ്പു ഞാൻ. മകനേ നിന്റെ ദൈവം ഞാൻ, സ്നേഹദൈവം ഞാൻ, നിന്റെ വരവും കാത്തിരിപ്പു ഞാൻ. വിവരം അറിയിച്ചു. അവൻ ദുഃഖത്തിലാണ്ട് വിലപിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവൻ കാണപ്പെട്ടു. അപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവർ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെയും വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം. പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം.
വിശുദ്ധി തൻ വെൺചായം പൂശേണം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. എളിമ തന്നങ്കണം പണിയേണം. സഹനത്തിൻ മണലതിൽ വിരിച്ചിടേണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊഴുക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. അരികത്തായാരോ പാടുന്നുണ്ടോ അതോ എൻ്റെ മനസ്സാണോ? ആരാരോ എന്തോ പറയുന്നുണ്ടോ? അനുരാഗവചസ്സോ പാഴ്സ്വരമോ? അകമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുമാസമോ മധുഹാസമോ? പൊന്തരിമണലിൽ സുന്ദര വിരലാൽ എൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണ തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാമൊഴിയാണോ? ചിറകടി ഉണരും ചില്ലയിൽ അറിയാതൊരു തളിരുലയുമ്പോൾ അകമാകെ പൂക്കുന്ന സ്വരമഴയിൽ മധുമാസമോ മധുഹാസമോ? പൊന്തരിമണലിൽ സുന്ദര വിരലാൽ എൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണ തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാമൊഴിയാണോ? ചിറകടി ഉണരും ചില്ലയിൽ അറിയാതൊരു തളിരുലയുമ്പോൾ ഇളമാറിത്തുള്ളിയിട്ടുവോ അത് ചിപ്പിക്കുള്ളിൽ വീണുവോ? മഴവില്ലിൻ ചരിവിലൂടെ നീ ആകാശപ്പടവിറങ്ങിയോ? നോക്കുന്ന ദിക്കിലാകവേ ചെടിയെല്ലാം പൂവണിഞ്ഞുവോ? മനമാകെ ചാഞ്ചാടി ആലോലം നിലവിൽ നീ വന്നു ചേരവേ തനുവാകെ കുളിര് കോരിയോ? ഇനിയെന്നും കൂടെ എത്തുമെന്നോർമ്മ നീ. അരികത്തായാരോ പാടുന്നുണ്ടോ അതോ എൻ്റെ മനസ്സാണോ? ആരാരോ എന്തോ പറയുന്നുണ്ടോ? അനുരാഗവചസ്സോ പാഴ്സ്വരമോ? ഒരു തോണിപ്പാട്ടുണർന്നുവോ അതുമെല്ലെ തീരമെത്തിയോ? പൂക്കൊമ്പിൽ നീട്ടി നിൽക്കുമീ രാക്കൊമ്പിൽ മഞ്ഞണിഞ്ഞുവോ? താലത്തിൽ തെളിനിലാവുമായി മുഴുതിങ്കൾ പുഴയിറങ്ങിയോ? കരയേറിക്കൂത്താടും കുഞ്ഞോളങ്ങൾ കടവിൽ നീ വന്നു ചേരവേ കളിയാടിയാറ്റുവഞ്ചികൾ കനവിൽ ഞാൻ കാത്തുവച്ചിടും ഓർമ്മ നീ. അരികത്തായാരോ പാടുന്നുണ്ടോ അതോ എൻ്റെ മനസ്സാണോ? ആരാരോ എന്തോ പറയുന്നുണ്ടോ? അനുരാഗവചസ്സോ പാഴ്സ്വരമോ? പൊന്തരിമണലിൽ സുന്ദര വിരലാൽ എൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണ തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാമൊഴിയാണോ? ചിറകടി ഉണരും ചില്ലയിൽ അറിയാതൊരു തളിരുലയുമ്പോൾ
ചക്കരമാവിൻ കുമ്പത്ത് കൊത്തിയിരിക്കണ തത്തമ്മേ ഒരു പച്ചില കൊത്തി കാര്യം ചൊല്ലു കന്നി തത്തമ്മേ. തിരുവാതിര മഞ്ഞളയിൽ ധനുമാസ നിലാവലയിൽ മലനാടിനെ ഓർത്തു വിതുമ്പിയൊരീണം നീ പകരൂ. ചക്കരമാവിൻ കുമ്പത്ത് കൊത്തിയിരിക്കണ തത്തമ്മേ ഒരു പച്ചില കൊത്തി കാര്യം ചൊല്ലു കന്നി തത്തമ്മേ. മക്കൾക്കു ദൈവത്തിൻ സ്നേഹമേകീടു മാതാപിതാക്കളാം നിങ്ങൾ മക്കൾക്കു ദൈവത്തിൻ സ്നേഹമേകീടു മാതാപിതാക്കളാം നിങ്ങൾ. മക്കൾ ദൈവത്തിൻ ദാനങ്ങളല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. മക്കൾക്കു ദൈവത്തിൻ സ്നേഹമേകീടു മാതാപിതാക്കളാം നിങ്ങൾ. മക്കൾ ദൈവത്തിൻ ദാനങ്ങളല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. വഴി തെറ്റിപ്പോയവരായിരിക്കാം, കലഹിച്ചു കഴിയുന്നോരായിരിക്കാം. വഴി തെറ്റിപ്പോയവരായിരിക്കാം, കലഹത്തിൽ കഴിയുന്നോരായിരിക്കാം. കർത്താവിൻ നാമത്തിൽ ക്ഷമിച്ചുകൊണ്ടവരെ സ്നേഹിക്കുവാനിനി വൈകരുതേ. മക്കൾക്കു ദൈവത്തിൻ സ്നേഹമേകീടു മാതാപിതാക്കളാം നിങ്ങൾ. മക്കളെ മക്കളായി കരുതിയിടണം, സ്വസ്ഥത അവർക്കെന്നുമേകിടണം. സ്വത്തിൻ്റെ നാമത്തിൽ സ്വന്തവും ബന്ധവും തകർന്നടിഞ്ഞിടാതെ നോക്കിയിടണം. മക്കൾക്കു ദൈവത്തിൻ സ്നേഹമേകീടു മാതാപിതാക്കളാം നിങ്ങൾ. മക്കളെ ഒരുമയായി വളർത്തിയിടുകിൽ, കർത്താവിൻ
കർത്താവിൻ വഴിയെ നയിച്ചിടുകിൽ മക്കളെ ഒരുമയായി വളർത്തിടുകിൽ കർത്താവിൻ വഴിയെ നയിച്ചിടുകിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളെ അനുഗ്രഹിച്ചിടും നല്ല ദൈവം. മക്കൾക്കു ദൈവത്തിൻ സ്നേഹമേകിടൂ മാതാപിതാക്കളാം നിങ്ങൾ. മക്കൾ ദൈവത്തിൻ ദാനങ്ങളല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. വേദനിപ്പിക്കരുതേ അവരെ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ. കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര വല്ലഭൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല.
വിശ്വസ്തൻ ഒരു നാളും മറക്കുകില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നെന്നും മതിയായവൻ. അതോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ
ജസ്റ്റ് ഒരു വാർത്തയുമാണ്. പക്ഷേ നമ്മുടെ ഈസ്റ്റേണ്ടായിട്ടുള്ള മനസ്സവും ഒരു ഉദാശയോട് കൂടിയാണ് ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ഇവരിലൂടെ നൽകുന്ന ഈ ഉടമ്പടി വിവാഹത്തിന് ഉദാശയെ പൂർത്തീകരിക്കുകയും ഇവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ ദൈവം ഇവരിലേക്ക് ഇറങ്ങി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവ്വസ്ഥരായ ദൈവപിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം
വിശുദ്ധരിൽ സഭയിലായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തെ കാണിക്കുകയും അനുഗ്രഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എൻ്റെ സഹോദരൻ ശ്രദ്ധയോടെ ദൈവജനം ഭാര്യമാരെ, നിങ്ങൾ കർത്താവിൽ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ദൈവവചനമാണ്.
when we ഞാൻ മലയാളത്തിൽ തുടങ്ങി പോയതുകൊണ്ട് നോക്കിയപ്പോഴാണ് കുറച്ച് മുഖങ്ങളൊക്കെ. Okay, let me say, when we receive a sacrament, we are coming in union with God, union with the community, and union with the saints. We are celebrating the engagement ceremony. We could very well do this ceremony without a mass. But why do we celebrate this engagement in the midst of our Holy Mass? Because we believe in the sacramental presence of Jesus in this ceremony. So God is present here. We become aware of God's presence when we remain open in the presence of God. I know Alvin and Anna, both of them were preparing for this day, and still they are preparing for the greater day. On their life journey, they traveled and reached here. They have so much hope, so much expectation. Earlier, there were two individuals thinking for themselves, but now in their thought, Alvin has to include Alvin too. Alvin has to include Alvin. Also, they received great blessings from their parents. I am sure that Alvin's parents gave him the spiritual formation. They taught him how to be faithful to God. And if they have taught him that he will be telling today that God, I also will be faithful to the commitment that I am taking today. I am sure Anu also learned from her parents that you have to be loyal and faithful to God. Any person who is not loyal or faithful to God can never be loyal or faithful to another person or another idol or ideology. The commitment to God makes a person to make a strong commitment to another person. In baptism, Anu and Alvin made their commitment to God. And today they are promising that they will be getting married in course of time. And that promise is to be established. It has to be seen in the sacramental presence of God. That's why we are here today, and we are celebrating this sacrament during the Holy Mass. All these people are here to tell you that we encourage you on your life journey. We get support from different angles, from different people in different forms. Sometimes through criticism, that is also encouragement to know what is lacking in oneself. Sometimes through appreciation. All people are encouraging from different paths. Today, all these people are here to encourage you to move forward. And we are praying to God that God give your blessings upon Alvin and Anna, that they may fulfill the promises that they are making here today in our presence and in the presence of God. And our wish is this. Let both of you grow together in your spiritual life and in the material things that God gives are secondary. But once your life is rooted in God, and once you make God as the center of your life, everything else will revolve around you. Once you remove God from your life, everything will become chaos and confusion. Let God be the center of your life. The promise that you are going to make today, be made with conviction
we are there to support you from outside. If you make any mistake, we will wash our hands down. It is your duty to remain faithful, as I mentioned, faithful to God and to one another. We see different people here. Many of you made this same commitment years before. This is also a reminder for everyone about the commitment that we made earlier, the commitment to God and to the partner. God gives His grace to the people at all times, but human beings sometimes close their heart, so they won't experience the grace that is flowing into them. Let the blessing of God come upon Alvin and Anna. And let us pray for these two people here, that they may remain united and they may encourage each other to grow as fully human and fully divine. And this is our prayer for you. Let God give all blessings to you and let your life be filled with happiness. സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ഈ ദമ്പതിമാർക്ക് ഉണ്ടാകണമേ. ദൈവവചനമാകുന്ന ജീവിതത്തിനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായ ജീവിതം നയിച്ച് സ്വർഗീയ വിരുദ്ധത്തിൽ പങ്കുകാരാക്കുവാൻ കർത്താവേ ഈ ദമ്പതിമാർക്ക് കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവ് ഈ ദമ്പതിമാർക്ക് കൃപയുണ്ടാകണമേ. കല്യാണങ്ങളിൽ നിന്ന് വെച്ച് കർത്താവ് ഈ ദമ്പതിമാർക്ക് കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സ്വതന്ത്രത്തോടും കൂടെ യഥാസമയം അനുവിനെ എന്റെ വധുവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അനു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിക്രമങ്ങളും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സ്വതന്ത്രത്തോടും കൂടെ ആൽവിനെ യഥാസമയം നിന്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. വിവാഹത്തിന്റെ ഉടമ്പടിക്ക് നിങ്ങൾ സാക്ഷികളാണ്. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി എന്നുകൊണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾ യേശുവിന്റെ സജീവ സാക്ഷികളാകുവാനും നിങ്ങളിപ്പോൾ ചെയ്ത ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും ജീവിത വിശുദ്ധിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
Oh,
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ ആശ്രയമാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും ഭക്തിവിശ്വാസത്തോടെ മറ്റ് ഈ ലോകത്തിൽ വിവാഹപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും ഈശോയുടെ കൃപയായിരിക്കും നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമർപ്പിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരൻ, നിങ്ങൾ മിശിഹായുടെ സ്നേഹത്തിൽ പരസ്പരം സമാധാനം. പ്രതീക്ഷയുടെ പ്രകടനക്കാരൻ എന്ന് പറയും ചെയ്യാം. നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിച്ചു വീക്ഷിക്കാൻ ഭയഭക്തിയായ ചെയ്യപ്പെടുന്നു. സമാധാനം വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളോട് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും
സജീവവും പരിശുദ്ധവും
Divine
പുതിയതും രാജ്യശക്തിയും പ്രാബല്യവും അധികാരവും നേടിയതാണ് എപ്പോഴും എപ്പോഴും എത്ര
താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ
വന്നു ചേർന്നൊരു വനശലഭമേ എന്റെ യമുനതൻ തീരങ്ങളിൽ എന്റെ യമുനതൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വേഴാമ്പലേ എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ. ദൂരക്കാർ മേഘക്കീഴിൽ നീലി നീർത്തുന്ന കാറ്റിൽ ഒരു മാറിവിൽ പൂവായി വിരിയും. ദൂരക്കാർ മേഘക്കീഴിൽ നീലി നീർത്തുന്ന കാറ്റിൽ ഒരു മാറിവിൽ പൂവായി വിരിയും. നീല നീലാമഴയിൽ ഈ ഷാജഹാൻ നീ മൂളുന്ന രാഗത്തിൽ ഞാനൊഴുകും. കഥയറിയാതെ പാടുന്ന ഗന്ധർവനാകും. എന്റെ പ്രണയത്തിൻ എന്റെ പ്രണയത്തിൻ എന്റെ പ്രണയത്തിൻ എന്റെ പ്രണയത്തിൻ വെണ്ണക്കല്ലിന്റെ കൂട്ടിൽ നിത്യപ്രേമത്തിൻ മുന്നിൽ പൊൻപട്ടിന്റെ പൂമത്ത് തീർക്കാം. വെണ്ണക്കല്ലിന്റെ കൂട്ടിൽ നിത്യപ്രേമത്തിൻ മുന്നിൽ പൊൻപട്ടിന്റെ പൂമത്ത് തീർക്കാം. പ്രാണപ്രിയേ നിനക്കായി അതിൽ മാതളപ്പൂവിതറാ. നീ വിരൽ തൊട്ട തേങ്ങുന്ന സാരംഗിയാവാം. കഥയറിയാതെ പാടുന്ന പൂങ്കുയിലാവാം. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ എന്റെ യമുനതൻ തീരങ്ങളിൽ എന്റെ യമുനതൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വേഴാമ്പലേ എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ.